മലബാർ ഭാഗത്തുള്ള പൂരം ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ പൂരം ആഘോഷിക്കുന്നത് വെച്ചാൽ, നാട്ടിലുള്ള കൊച്ചു പെൺകുട്ടികൾ പൂക്കോടിയിൽ പൂക്കളായിട്ട് വന്നിട്ട് കാമദേവനെ പ്രാർത്ഥിക്കുന്നതാണ് പൂരമായിട്ട് ആഘോഷിക്കുന്നത്. ഇത് 3 മുതൽ 9 ദിവസം വരെ നീണ്ടിരിക്കുന്ന ആഘോഷമാണ്. അപ്പോൾ ലാസ്റ്റ് ദിവസം കാമന് പൂക്കൾ കൊണ്ട് ഉണ്ടാക്കി നല്ല മാലയൊക്കെ കോർത്ത്, അതുപോലെ തന്നെ ഗണപതിന്റെ ഒരു സങ്കല്പം ഉണ്ടാക്കിയിട്ടാണ് ആഘോഷിക്കുക. പൂരത്തിന്റെ 9ാം നാള് കുട്ടികൾ പുതിയ കുപ്പായൊക്കെ ഇട്ട് നല്ല പൂക്കളൊക്കെ ആയിട്ട് വന്ന് ആദ്യം മൊത്തം ഒന്ന് അലങ്കരിച്ച് എല്ലാത്തിനും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തുടങ്ങുക. അപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മീനമാസത്തിലെ കാർത്തിക നാൾ തൊട്ട് പൂരം നാൾ വരെയാണ് ശരിക്കും പൂരം ആഘോഷിക്കാറുള്ളത്. അപ്പൊ ഈ ദിവസങ്ങളിലെല്ലാം ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത് വെച്ചാല് കാമദേവന് വെള്ളവും പൂവും സമർപ്പിക്കും. അപ്പോൾ ഇത് നമ്മൾ ചിലപ്പോൾ ചിലർ വീട്ടിൽ തന്നെ ചെയ്യുന്നവരുണ്ട്, ചിലർ ഇതുപോലുള്ള തറവാട്ടിൽ ചെയ്യും. ഇപ്പൊ തറവാട്ടിൽ ചെയ്യുന്നവരെന്താ വെച്ചാൽ കിണറ്റിന്റെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പൂവും അരിയും കൊടുത്തതിന് ശേഷം നമ്മൾ കാമന് ഒച്ചത്തിൽ കൂവിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു പെൺകുട്ടികളുടെ ഒരു ചടങ്ങാണെങ്കിൽ ഈ ഒരു സമയത്ത് അവിടെയുള്ള എല്ലാവരും ഒന്നിച്ചായിരിക്കും. ആൺകുട്ടികളായാലും പെൺകുട്ടികളും എല്ലാവർക്കും ഭയങ്കര ആവേശമായിരിക്കും കൂവിയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട്. കാമദേവന് ചുറ്റും വലം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പിന്നെ കാമന് പൂരക്കഞ്ഞി വിളമ്പും. പൂരക്കഞ്ഞി വെച്ചാൽ നല്ല പച്ചരി ചോറും മത്തൻ കറിയുമാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അത് വിളമ്പിയതിന് ശേഷം നമ്മൾ കാമദേവനെ വെച്ച് പ്രാർത്ഥിക്കും, ഒന്ന് ക്ഷണിക്കും, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കും. പിന്നീട് നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പൂരക്കഞ്ഞി കുടിക്കും. അപ്പോൾ ഈ പൂരത്തിന്റെ അവസാന ദിവസം, അതായത് അവസാന ദിവസം വൈകുന്നേരം നമ്മൾ കാമനെ പറഞ്ഞു വിടുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പൂവുകൊണ്ടുണ്ടാക്കിയ കാമദേവനെ ഒന്നിച്ചു കൂട്ടിയിട്ട് പ്ലാവിന്റെ ചോട്ടിൽ ഇടും. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, നേരത്തെയും കാലത്തെയും വരണേ കാമദേവ എന്നിട്ട് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും.